Good morning all. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അവിടെ ഹോസ്പിറ്റല് എന്ന് പറയുന്ന വിങ് നമുക്കറിയാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നിർവഹിക്കണം. കാരണം നമുക്കറിയാം അവിടെയുള്ള പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് അവിടെ ശുശ്രൂഷകളൊക്കെ കൃത്യസമയത്ത് അവൈലബിൾ ആകണമെങ്കിൽ എല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകണം. എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതല്ലെങ്കിൽ റൂമിലെ മറ്റു തരത്തിലുള്ള ഫെസിലിറ്റീസുകൾ അല്ലെ, അവിടെ കണീഷനും അതേമാതിരി തന്നെ നമ്മുടെ മതിയായ വെളിച്ചവും അല്ലെ, ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസും എല്ലാം തന്നെ കൃത്യമായിട്ട് നിർവഹിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്, ദെൻ പ്രയോറിറ്റി അല്ലെ, അവിടെ പ്രാധാന്യമുള്ള അസറ്റ്സിനും പ്രാധാന്യം കൽപ്പിച്ചിട്ട് തന്നെ റീപെയർമെന്റും കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുവരെ അല്ലേ എടുത്തു നിർത്തിയത്? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്. നമുക്കറിയാം എവിടെയും ഈ പറഞ്ഞ മാത്രം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ ഓരോരുത്തർ നിർവഹിച്ചു പോകും അല്ലെ. ഇപ്പൊ നഴ്സുമാരുടെ ഡ്യൂട്ടി, ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു ഹ്യൂമൻ റിസോഴ്സസുകളെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചു. ഇൻ കേസ് എക്യുപ്മെന്റ്സ് അത് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും കേടാവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ റിപ്പയർമെന്റിന്റെ ആവശ്യകതയുണ്ടോ, പ്ലഗ് ഒക്കെ മതിയായ രീതിയിലാണോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്താലാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് അത് അല്ലെ അത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് അതൊന്നും നോക്കുന്നില്ല എങ്കിൽ അല്ലെ, ശ്രദ്ധയോടുകൂടി ഇൻസ്പെക്ഷൻ ഒന്നും നടത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി തന്നെ തകരാറിലാവുന്ന സമയത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ പറയാണ് കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്, വിലയിരുത്തല് റെഗുലർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുക. സോ ഇങ്ങനെയുള്ള ഈ മെയിൻ്റനൻസ് കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് നല്ല യോഗ്യരായിട്ടുള്ള കൃത്യമായിട്ട് ചുമതലയുള്ള പേഴ്സൺസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. എൻകറേജ് ദ പ്രാക്ടീസ് ഓഫ് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ് ഓഫ് യുവർ ഹോസ്പിറ്റൽസ് മെയിൻ്റനൻസ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ അവിടെ കൃത്യമായിട്ട് ഹൗസ് ഓഡിറ്റ്സ് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ മാത്രം അവലോകനമൊക്കെ നടത്തുന്നത് റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നവര് കൃത്യമായിട്ട് തന്നെ അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ തൊഴിലുകൾ അത് കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോവുക. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന് അതിന് പ്രോത്സാഹനം കൊടുക്കുക. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക. ചിലപ്പോഴെങ്കിൽ അവരിങ്ങനെ അവലോകനം നടത്തുക, ചിലപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷകൾ കണ്ടെത്തില്ല അല്ലെ, റെയറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടെത്തുന്നത്. പക്ഷെ എങ്കിൽ കൂടി ഈ ചുമതലയുള്ള ഡ്യൂട്ടിക്കാര് അത് കൃത്യമായിട്ട് അത് നിർവഹിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ദിസ് വിൽ സെർവ് മെനി ബെനിഫിറ്റ്സ്. ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും. ഈ ഓഡിറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ക്രിയേറ്റ് എ പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് കൾച്ചർ. ഓക്കെ, സജീവമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സംസ്കാരം, അതായത് എപ്പോഴും അറ്റകുറ്റപ്പണികളോ ഇപ്പം വലിയ കുഴപ്പമില്ല അല്ലെ, എക്യുപ്മെന്റ്സിന് വലിയ കംപ്ലൈന്റ് ഇല്ല, അല്ലെങ്കിൽ ആ വർക്കിംഗ് കണ്ടീഷൻസ് ആണ് എല്ലാവരും അല്ലെ, എല്ലാ റൂമിലും ഫെസിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ വർക്കിംഗ് ആണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. റിയാക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ സജീവമായിട്ടുള്ള ആ മെയിൻ്റനൻസ് കാര്യങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then meet and exceed the expectations of external auditor. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒരു അസസ്മെന്റ് ഒക്കെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പുറത്തുനിന്ന് ഒരു ഇൻസ്പെക്ഷന് വന്നാലും പേടിക്കേണ്ട ആവശ്യകത ഹോസ്പിറ്റലുകാർക്ക് ഉണ്ടാവില്ല. ശരിയല്ലേ? മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്ത് തന്നെ പോവുകയാണെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വന്നാലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പേടിക്കണ്ട. കാരണം അവര് വന്നാലും വേറെ കംപ്ലൈന്റ് ഒന്നും കണ്ടെത്താനില്ല. കാരണം നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് കൃത്യമായിട്ട് അവിടെ ഓഡിറ്റ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് പുറത്തുനിന്ന് ഒരു ഓഡിറ്റ് വന്നാലും അവർ എക്സ്പെക്ട് ചെയ്ത് എന്താണോ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. Then keep a track of a performance measurement. Okay, keep a track of a performance measurement. നമുക്കൊരു ട്രാക്ക് കിട്ടും, അല്ലെ ഒരു റൂട്ട് കിട്ടും. കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ പോയതാണ്. നെക്സ്റ്റ് വീക്കിൽ വേണമെങ്കിൽ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒരു ട്രാക്ക് കിട്ടും, അല്ലെ എവിടെയാണ് വീണ്ടും വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെക്കിങ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പിൽ നമുക്ക് നോക്കിയാൽ മതിയാവും എന്നൊക്കെയുള്ളൊരു ട്രാക്ക്, കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് നമുക്ക് രൂപീകരിച്ച് അല്ലെ ആ ഒരു മെഷർമെന്റ് എടുത്ത് പോകാനായിട്ട് സാധിക്കും. Then provide a reliable data for audits and disputes, especially when everything is recorded inside a CMMS. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം യാഥാർത്ഥ്യമാണ് അല്ലെ വിശ്വസനീയമായിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ ഈ അവലോകനം അല്ലെങ്കിൽ പരിശോധനാ ഫലങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ മാതിരി തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഇതൊക്കെ ഇവാലുവേറ്റ് കൂടെയൊക്കെ നോക്കിയിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതൊക്കെ കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഒക്കെ ഈ പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻസ് ഒക്കെ കൊടുത്തു പോകുന്നത് കൊണ്ട് തന്നെ അതിലുള്ള ഡാറ്റാസ് നമുക്ക് വിശ്വസനീയമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഗുണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറയുന്നത്? ഈ സർവേ നടത്തുന്നതുകൊണ്ടുള്ള മെനി ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഏതൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് പറയുന്നത്? ഒരു സജീവമായിട്ടുള്ള ഒരു കൾച്ചർ സംസ്കാര രീതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റർ വന്നാലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്കൊരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും, നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. ദെൻ അതേപോലെ തന്നെ റിലയബിൾ ഉള്ള അല്ലെ വിശ്വസനീയമായ ഡാറ്റാസ് നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം അപ്ഡേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി അപ്ഡേഷൻസ് ഒക്കെ നടത്തി പോകുന്നത് കൊണ്ട്. ഓക്കെ അല്ലേ? ആണോ? റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ്റെനൻസിൽ പറയുമ്പോൾ പലപ്പോഴും മെയിൻ്റെനൻസ് ആകുമ്പോൾ പോയി ചെക്ക് ചെയ്യുന്നതിന് പകരം നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഇതൊക്കെ വിലയിരുത്തുന്ന എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങൾ കുഴപ്പമുണ്ടോ, അല്ലെ ബിൽഡിംഗ് മെയിൻ്റെനൻസ് കുഴപ്പമുണ്ടോ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫയലുണ്ടോ, അല്ലെങ്കിൽ പ്ലംബിംഗ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എക്യുപ്മെന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെ ഇതൊക്കെ വിലയിരുത്താനൊക്കെ ആയിട്ട് ചുമതലയുള്ള പേഴ്സൺ അദ്ദേഹം കൃത്യമായിട്ട് ചുമതല നിർവഹിക്കും. അങ്ങനെ ചുമതല നിർവഹിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്, ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ബെനിഫിറ്റ്സ് ഓക്കെ അല്ലേ? എങ്ങാനും ബെനിഫിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ബെനിഫിറ്റ് ഓഫ് എന്നുള്ള രീതിയിൽ അല്ലെ റെഗുലർ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാം. ഓക്കെ, താഴേക്ക് പോകാലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, CMMS അല്ലെ ആ സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് സിസ്റ്റത്തിലേക്ക് എല്ലാം അപ്ഡേറ്റ് അല്ലെ അപ്ഡേഷൻ വരുത്തുക. നമ്മളിപ്പോ ഇൻ കേസ് ഒരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇന്ന പ്ലേസിൽ അത് അല്ലെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കയറ്റുക. ഓക്കെ, ബിൽഡിങ്ങിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ ഇന്ന ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറിൽ അല്ലെ ഇന്ന ബിൽഡിങ്ങിന്റെ ഇന്ന പ്ലേസുകളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, റിക്വയർമെന്റ് കാര്യങ്ങൾ ഇന്ന ഡേയില് ഇന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യു മൈറ്റ് ബി വണ്ടറിംഗ്, do I really need one more software solution? Well, let's look at what maintenance management encompasses. Okay, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം നമ്മുടെ ക്ലിക്കിൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്നത് ടെക്നോളജി ഡെവലപ്ഡ് ആണ് അല്ലെ. അപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത് അല്ലെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്, എപ്പോ സ്ഥാപിച്ച ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ്, അതിന്റെ ഹിസ്റ്ററി എന്താണ് അല്ലെ, അതിന്റെ പാർട്സുകളൊക്കെ എവിടെ നിന്ന് കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു അറിവാണ്. കാരണം നമുക്കറിയാം ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടപ്പാക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭയങ്കര ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പല കളർ കോഡിലൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ കയറണം, അവർ തന്നെ ഇതിൽ കയറിയിട്ട് ഓരോരോ ആംഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ടെക്നീഷ്യന്മാരുടെയും കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് എന്താണ് കംപ്ലൈൻസും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലെ, ചരിത്രവും കാര്യങ്ങളൊക്കെ പുതിയ സംഭവമാണോ അല്ലെങ്കിൽ പഴയതാണോ അല്ലെങ്കിൽ വേരിയേഷൻസ് ഒക്കെ സംഭവിച്ചിട്ട് എത്ര നാളായി ഒക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതില് ഓരോ വൺ ബൈ വൺ ആയിട്ട് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. ഇതാണ് ഇവിടെ വർക്ക് പ്ലാൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു അതിന്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ പ്ലാനിങ് റൂട്ടീൻ ആൻഡ് പ്രിവെന്റീവ് വർക്ക്. റൊട്ടീൻ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അല്ലെ, പ്രിവെന്റീവ് വർക്ക് നമുക്ക് മുൻകരുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. മാനേജ്മെന്റ് മാനേജിങ് വർക്ക് റിക്വസ്റ്റ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എന്തൊക്കെ അപേക്ഷകളാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ അതിന്റെ റൂട്ട് മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിവെന്റീവ് ആയിട്ട് എന്തൊക്കെ അല്ലെ മുൻകരുതലാണ് ഇവിടെ കീപ്പ് ചെയ്ത് പോന്നിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ ഇതിന് ഒരു നമ്മൾ പറഞ്ഞ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ അതിന് ഇന്ന മോണിറ്ററിംഗ് അല്ലെ ഒരു വൈബ്രേഷൻ കാണിച്ചു അല്ലെങ്കിൽ സൗണ്ട് കാണിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു സംഭവം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ആവശ്യം എന്താണ് അല്ലെ, ആ ഒരു റിക്വസ്റ്റ് നമ്മൾ ഇതൊന്ന് കൈകാര്യം ചെയ്യണമെന്നായിരിക്കും നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിന് പ്രിവെന്റീവ് ആയിട്ടുള്ള മുൻകരുതലുകൾ എന്താണ് എടുത്തിരിക്കുന്നത്, അതിന്റെ റൂട്ടീൻ അല്ലെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ റിക്വസ്റ്റ് എടുത്ത് അതിന്റെ ഹിസ്റ്ററി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അസറ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇൻ കേസ് നമുക്കിപ്പോ അസറ്റ് മാനേജ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സൈക്കിൾ എത്രമാത്രം കാലയളവ് അതിനുണ്ട്, ആയുസും കാര്യങ്ങളൊക്കെ എത്രയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സാധിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓരോ ഹിസ്റ്ററി എടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളുടെ അല്ലെ അതിന്റെ അസറ്റിന്റെ എത്രത്തോളം ജീവിതചക്രം അല്ലെ എത്രത്തോളം നാള് അത് ഉപയോഗപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണെന്നൊക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇവിടെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് നമ്മളിവിടെ അസറ്റിന്റെ കാര്യം പോലെ തന്നെ പീപ്പിൾ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹയറിംഗ്, ഓൺ ബോർഡിംഗ് ആൻഡ് ട്രെയിനിങ്, ഓൾ മെയിൻ്റനൻസ് വർക്കേഴ്സ്. ഇപ്പൊ ഇത്തരത്തിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എത്രത്തോളം വർക്കേഴ്സ് ഉണ്ട് അല്ലെ, അവരെ ഹയർ ചെയ്തിരിക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നതും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണോ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ആ ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്ന ആയിട്ടുള്ള പീപ്പിൾ ഏതാണെന്ന് നമുക്ക് പറ്റിയ രീതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ അവൈലബിൾ ഈ ഷിഫ്റ്റില് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള പേഴ്സൺ ഏതാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഓൺ ഡ്യൂട്ടിയിലുള്ള പേഴ്സൺ ഇന്നതാണ്, ഇന്ന വ്യക്തിക്ക് ഇന്ന ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് അവരെ ഇൻഫോർമേഷൻസ് പാസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്കറിയാം ഇനി താഴേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ചിട്ട് വിവരങ്ങൾ ഇതിൽ CMMS വഴി അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ മാനേജിങ് മെയിൻ്റനൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻ്റനൻസ് റിലേറ്റഡ് എക്സ്പെൻസസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫണ്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് മതിയായ ഫണ്ട് ഉണ്ടോ, ഓക്കെ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെ റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു സാധനം മേടിക്കണമെങ്കിലും അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോൾ സ്പെയർ പാർട്സ് മേടിക്കാനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ മതിയായ ഫണ്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫണ്ട് എടുത്തിട്ട് തീർച്ചയായിട്ടും ടെക്നീഷ്യനെ അല്ലെ ആ ടെക്നീഷ്യനെ കൊണ്ട് നമുക്കത് ആ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുള്ളൂ.
സോ ബഡ്ജറ്റ് മാനേജ്മെന്റിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, കുഴപ്പമില്ല, പിന്നെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് മേടിക്കാനായിട്ടുള്ള ഫണ്ട് മതിയായ രീതിയിൽ അവിടെ ഉണ്ട്. സോ അതെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണ്, അല്ലെ, ചുമതലയുള്ള പേഴ്സൺ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ എക്യുപ്മെന്റിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് എന്ത് കാര്യമാണെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം കിട്ടുന്നതോടൊപ്പം തന്നെ അതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നു. ദെൻ ഇത്തരത്തിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പേഴ്സൺ, അല്ലെ, അവിടെ യോഗ്യനായിട്ടുള്ള എംപ്ലോയി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്രത്തോളം ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ദെൻ കോൺട്രാക്ടർ മാനേജ്മെന്റ്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞ ടെക്നീഷ്യനെ കൊണ്ടും മറ്റവരെ കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യും, അല്ലെ. ചില അതേസമയം ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പറഞ്ഞ വീണു ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കണം, അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഫണ്ടൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കോൺട്രാക്ടേഴ്സിനെയും കൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെ, പലതരത്തിലുള്ള കോൺട്രാക്ടേഴ്സ് നിന്ന് വരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലുകാര് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെ. ശരിയല്ലേ? അങ്ങനെയല്ലേ പണികളൊക്കെ ഏൽപ്പിക്കുന്നത്? ഓരോരോ കോൺട്രാക്ടറൊക്കെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയല്ലേ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതെ, ഓക്കെ. അപ്പൊ വലിയ വലിയ ഇപ്പൊ ബിൽഡിംഗ് മെയിൻ്റെനൻസോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് കോൺട്രാക്ടേഴ്സിൽ നിന്നും അപേക്ഷകൾ നമ്മൾ സ്വീകരിക്കും. ദെൻ ചെലവ് കുറഞ്ഞ നല്ല കൈകാര്യം ചെയ്യാനായിട്ട് ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കോൺട്രാക്ടർ മാനേജ്മെന്റ്, നെഗോഷിയേറ്റീവ് മെയിൻ്റെനൻസ് കോൺട്രാക്ട്. ഓക്കെ, തീർച്ചയായിട്ടും ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ അടങ്ങിയിട്ടുണ്ടാവും. മാനേജിംഗ് ഡീറ്റെയിൽസ്, അളവ്, ഔട്ട്സോഴ്സ്. ഓക്കെ, നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അല്ലെ, അത് കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ചുമതലയുള്ള പേഴ്സൺസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. മെയിൻ്റെനൻസ് വർക്ക്. ഓക്കെ, ഈ മെയിൻ്റെനൻസ് വർക്ക് ഇന്ന ആളെയാണ് ഏൽപ്പിക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ചിലപ്പോൾ ഒന്ന് രണ്ട് കോൺട്രാക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ഏതാണോ ചൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഇന്ന ആളെ ഏൽപ്പിച്ചതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അതൊക്കെ തീർച്ചയായിട്ടും ആ കോൺട്രാക്ട് മാനേജ്മെന്റ് ആ പേജിൽ, അല്ലെ, ആ പേജിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് ഓക്കെ ഇന്ന ആളെ നമുക്ക് ഏൽപ്പിക്കാം, ഇതിപ്പോ ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കാനായിട്ട് ഇന്ന ആളെ ഏൽപ്പിക്കാൻ പറ്റും, അവരിൽ നിന്ന് കോൺട്രാക്റ്റുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും കോൺട്രാക്ട് മാനേജ്മെന്റിൽ അവിടെ ആ വെബ് പേജിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു CMS വഴി അതിൽ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തു പോയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർന്നില്ലേ? ഓരോന്നും ക്ലിയറോ? പീപ്പിൾ മാനേജ്മെന്റ് ഒക്കെയാണോ? അസറ്റ് മാനേജ്മെന്റ്. യെസ്, നമ്മളിപ്പോ പീപ്പിൾ മാനേജ്മെന്റിൽ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഓപ്ഷനിൽ കേസ് ഹയറിംഗ്, ഓൺ ബോർഡിങ് അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് എങ്കിൽ, അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം CMS വഴിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിന് മൊത്തമായിട്ട് പ്രതിപാദിക്കുന്നത്. സോ ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. അതിനപ്പുറം ഇതിൽ പ്രധാനമായിട്ടൊന്നുമില്ല. എന്നാലും ദ സ്കോപ്പ് ഓഫ് മെയിൻ്റെനൻസ് പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹെഡിങ് പുറത്ത് വെക്കാം. അതിന്റെ വ്യാപ്തി, അല്ലെ, CMSന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഇൻവോൾവഡ് ആണ്. അസറ്റ് മാനേജ്മെന്റ് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസ് ഇൻവോൾവഡ് ആണ്, പീപ്പിൾ മാനേജ്മെന്റുമായി ഡീറ്റെയിൽസ് ഇൻവോൾവഡ് ആണ്, കോൺട്രാക്ട് മാനേജ്മെന്റ്, ബഡ്ജറ്റ് മാനേജ്മെന്റ്, വർക്കിംഗ് പ്ലാൻ ആൻഡ് ഓർഗനൈസ്, അതേപോലെ MRO, അല്ലെ, ഇൻവെന്ററി ആൻഡ് സപ്ലൈസ് മാനേജ്മെന്റ്, സപ്ലയർ മാനേജ്മെന്റ്. എന്താണ് MRO എന്ന് പറയുന്നത്? അതായത് മെയിൻ്റെനൻസ് റിക്വയർമെന്റ്, അല്ലെ, അവിടെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെ. ഇപ്പൊ മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ്. തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻ, ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. കൊടുക്കുമ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻ. ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട റിപ്പയർമെന്റ് കാര്യങ്ങൾ, അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം ചില കോൺട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സപ്ലയർ മാനേജ്മെന്റ്, അല്ലെ, നമുക്ക് കാര്യങ്ങളൊക്കെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ. സോ അത് ഒറ്റക്കിടക്കിൽ നമുക്കറിയാം നമുക്ക് അധിക ചെലവില്ലാതെ അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ചില സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ട് ഒക്കെ ചെയ്യുന്നതായിട്ട് വരും. അതായത് നമ്മുടെ, അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലൊന്നും
ചിലപ്പോ ഇല്ലാത്ത ഒരു സ്പെയർ പാർട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കൺട്രിയിൽ നിന്നൊക്കെ ഇവർ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് CMMS അവിടെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മെയിൻറ്റെയിനിങ് ഐഡിയൽ MRO ഇൻവെന്ററി ടു സ്റ്റോക്ക് ബാലൻസ്. അതില് അത് മാത്രമല്ല, സ്റ്റോക്കിന്റെ എത്രത്തോളം സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, നിലവിലെ ബാലൻസ് എത്രത്തോളം ഉണ്ട്, നെഗോഷിയേറ്റിംഗ് ഐറ്റം പ്രൈസസ്. അതായത് നമുക്കറിയാം ഒരു പ്രൈസ് ഇന്ന പ്രൈസിലൊക്കെയാണ് നമ്മൾ മെയിൻ്റനൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ ചെയ്യുന്നത്. ചില എക്യുപ്മെന്റ്സിനൊക്കെ ഫസ്റ്റായിട്ട് ചിലപ്പോൾ റിപ്പയർമെന്റ് ഒക്കെ മന്ത്ലി ഒക്കെ മാറ്റിവെക്കല് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത്തരത്തിലുള്ള സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ അവിടെ നിലവിൽ സ്റ്റോക്കും ഉണ്ടാകും. ഓക്കെ, അപ്പൊ അവര് ആ സ്റ്റോക്ക് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നിലനിർത്തി പോകും. മതിയായ സ്റ്റോക്ക് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്ന കമ്പനിയുടെ ഒക്കെ സ്റ്റോക്ക് അവിടെ കണ്ടെത്താനായിട്ട് അവർ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി എന്ത് സംഭവമാണെങ്കിലും എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യം വരുമ്പോൾ ഓടിപ്പോയി മേടിക്കുക അല്ല ചെയ്യുന്നത് അല്ലെ. അവിടെ മതിയായ സ്റ്റോക്കുകൾ അവിടെ മതിയായ രീതിയിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും വിവിധ കമ്പനികളുടെ ഒക്കെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ CMMS വഴി MRO ഇൻവെന്ററി ഒക്കെ സപ്ലയർ മാനേജ്മെന്റ് ആ ഒരു ബേസിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രൈസിംഗ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. മാനേജിങ് സ്പെയർ പാർട്സ് ആൻഡ് സപ്ലയേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ മാതിരി സ്പെയർ പാർട്സുകൾ എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കുകൾ എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും മതിയായ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, കേസ് ഷോർട്ടേജ് വരാനും പാടില്ല. അതേമാതിരി തന്നെ സർപ്ലസ് അല്ലെ കൂടുതൽ അധികമായിട്ട് നമ്മൾ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ മതിയായ രീതിയിലുള്ള ഇൻവെന്ററി ഒക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യണം. സ്പെയർ പാർട്സുകളൊക്കെ ഇന്ന സാധനങ്ങളുടെ സ്പെയർ പാർട്സ് ആണെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം പ്രൈസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് കാര്യവും ഒരുപാട് ചെലവ് മുടക്കി കൈകാര്യം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് തയ്യാറാവണമെന്നില്ല അല്ലെ. മതിയായ രീതിയിലുള്ള പ്രൈസ് കാര്യങ്ങൾ കൊടുത്ത് തന്നെ റിപ്പയർമെന്റും കാര്യങ്ങൾ നിർവഹിക്കാനായിരിക്കും ഹോസ്പിറ്റലുകാർ തയ്യാറാവുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഡീറ്റെയിൽസ് ഓഫ് CMMS എന്ന് ചോദിച്ചാലും നമ്മൾ ഇതിനൊക്കെ തന്നെ നോക്കിയാൽ മതിയല്ല. ഹെഡിങ്സ് ഓർത്താൽ മതി. സ്കോപ്പ് ഓഫ് CMMS അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എന്ന് വെച്ചാൽ അതിന്റെയൊക്കെ സവിശേഷതകളാണ്. അതൊക്കെ കാരണം ഇന്ന കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വഴി നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഒറ്റ ക്ലിക്കിൽ തന്നെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Okay, do you really think you can stay on top of shift schedules, asset health and procurement, safety and compliance guidelines, inventory management, then vendor management and contractor management, while constantly balancing preventive maintenance with the workers and the patients service requests in an already dynamic environment where a situation can change? Okay, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം നല്ല ഷെഡ്യൂൾ അല്ലെ, നല്ല കൃത്യമായിട്ടുള്ള ഒരു ക്രമം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാനായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് എവിടെയാണെങ്കിലും പേഷ്യൻസോ ആരെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ല അവരുടെ സർവീസിന് നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാകുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റ് അല്ലെ അപേക്ഷകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതിയായ രീതിയിൽ വെളിച്ചം കിട്ടുന്നില്ല, ചൂടുവെള്ളം കിട്ടുന്നില്ല, അല്ലെ സൗകര്യമില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ എന്താണെങ്കിലും അല്ലെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിലും അവിടെ മുൻകരുതലുകളായിട്ട് എടുത്തുകൊണ്ട് അല്ലെ ഇനി മറ്റൊരു പേഷ്യൻസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ. അവിടെ സ്റ്റോക്ക് മതിയായ രീതിയിലുണ്ടോ, ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ കേസ് നമുക്ക് ലഭ്യമാകുന്ന വെണ്ടർ അല്ലെ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അവരുടെ ടൈമിന് അവർ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെ ഒരു കോൺട്രാക്ട് ബേസിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. സോ എല്ലാത്തിനും തീർച്ചയായിട്ടും CMMS വഴി നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് പറയാണ് ചിന്തിക്കുക അല്ലെ, ടോപ്പ് ടു ഷിഫ്റ്റ് ഷെഡ്യൂൾസ് നമുക്ക് ഇൻ കേസ് അവിടെ
വർക്കേഴ്സിനാണെങ്കിൽ കൃത്യമായിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ ക്രമീകരിക്കാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും പല ഡ്യൂട്ടീസുകളും പല അല്ലെ കൃത്യമായിട്ട് തന്നെ വലിയ വലിയ ഹോസ്പിറ്റലാണ് എങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കേഴ്സിന് അല്ലെ കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവിടെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ CMMSന്റെ ആ ഒരു അപ്ഡേഷൻ കൊണ്ടാണ്, വിലയിരുത്തിയിട്ടാണ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അസെറ്റ് ഹെൽത്ത് ആൻഡ് അല്ലെ അവിടെയുള്ള അസറ്റുകൾ, അവിടെയുള്ള മൂലധനമായിട്ടുള്ള നല്ല രീതിയിലുള്ള വസ്തുക്കളുടെ ആ ഒരു അവിടെ മുതിർന്ന ആളുകള് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ മെയിൻ്റനൻസ് നടപടികൾ സ്വീകരിക്കണം. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഓരോ ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ടോട്ട് പോകേണ്ടതുണ്ടാവുള്ളൂ അല്ലെ. അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ ഇവാലുവേറ്റ് ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്തി അവിടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട കാലത്തേക്ക് അത് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കംപ്ലൈൻസുകളും ഇല്ല അല്ലെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ ഇൻവെന്ററി സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ വെൻഡേഴ്സ് മാനേജ്മെന്റ്, വെൻഡർ മാനേജ്മെന്റ് പറയുമ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യുന്നവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട്, കോൺട്രാക്ടർ മാനേജ്മെന്റ് നല്ല രീതിയിൽ ഏത് കാര്യവും നല്ല ഒരു കോൺട്രാക്ട് ബേസ് ചെയ്ത് അല്ലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഏറ്റവും മിതമായ നിരക്കിലുള്ള കോൺട്രാക്ടുകളൊക്കെ ഫിക്സ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ അല്ലെ സ്ഥിരമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു നല്ല രീതിയിലുള്ള CMMS വഴികൊണ്ട് സാധ്യമാക്കും എന്നുള്ളതാണ്. ഓക്കെ, ചലനാത്മകമായിട്ടുള്ള ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ മൂവ് ചെയ്യണമെങ്കിൽ CMMSൽ കൃത്യമായിട്ടുള്ള മുദ്രകൾ ഉണ്ടാവും. അത് അപ്ഡേഷൻസ് ഒക്കെ വരുത്തി കൈകാര്യം ചെയ്ത് പോകേണ്ടത്. Then you will need a modern software solution like Limber that will help you automate, organize the learn for all maintenance related activities. കോസ്റ്റ് കൂടിയ കാര്യമൊക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം ഓരോന്നും ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അത് കോസ്റ്റ്ലി ആണ് എങ്കിലും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. As an added bonus, having all the maintenance data in one place will help you track cost and find sensible cost cutting measures, improvement that you can remove some burden from your operational budget. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ നേരത്തെ കൂട്ടി ഇൻഫർമേഷൻസ് ഒക്കെ തരാനാണ് എന്താ പ്രത്യേകത, നമുക്ക് അധികം ചെലവില്ലാതെ തന്നെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെ. നമുക്ക് പറഞ്ഞ മാത്രം കേടായിട്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് നടപടികൾ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അധിക ചെലവാണ്. അതേസമയം മുൻകൂട്ടി നമുക്ക് ഇതിന്റെ കംപ്ലൈൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംപ്രൂവ്മെന്റ്സ് ദാറ്റ് ക്യാൻ റിമൂവ് സം ബർഡൻ ഫ്രം യുവർ ഓപ്പറേഷൻ ബഡ്ജറ്റ്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു അധികം ബർഡൻ ആവേണ്ട ആവശ്യകതയൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്. ഓക്കെ, CMMS ഒക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ച് അല്ലെ എന്തെങ്കിലും അതില് ഉൾപ്പെടാത്തത് എന്താണ്, ഇവിടെ അല്ലാത്തത് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ആ ഹെഡിങ് പഠിച്ചിട്ടില്ല. ബഡ്ജറ്റ് മാനേജ്മെന്റ്, കോൺട്രാക്ടർ മാനേജ്മെന്റ്, ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. ഓക്കെ, ആ ഹെഡിങ് മസ്റ്റായിട്ടും മനസ്സിലാക്കി വെക്കും.
നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പിന്നെ ഒരു അബ്രിവേഷൻ ചോദിച്ചു കാണാറുണ്ട് ഡബ്ല്യുആർഒ അല്ലേ. താഴേക്ക് നോക്കുകയാണെങ്കിൽ റിക്രൂട്ടഡ് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മെയിൻ്റനൻസ് എന്തായാലും വരാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എക്യുപ്മെന്റ്സുകൾക്കൊക്കെ കംപ്ലൈൻസ് വരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് മോസ്റ്റ്ലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ എപ്പോഴെപ്പോഴും എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ വരാം അല്ലെ. അവിടെ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം മെയിൻ്റനൻസ് ടീമിലേക്ക് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അത് മാത്രം പോരാ, ഇപ്പൊ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക് അവൈലബിൾ ആക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരുപാട് നാളത്തെ പഴക്കമുള്ള ടെക്നീഷ്യന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള വലിയ ധാരണ ചിലപ്പോൾ ആ ടെക്നീഷ്യന്മാർക്ക് ഉണ്ടാവണമെന്നില്ല. സോ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവിടെ അവൈലബിൾ ആകണം. സോ റിക്രൂട്ട് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. You can avoid a host of operational headaches, technical issues, liability claims, and regulatory fines by investing time and effort into recruiting and recruiting competent maintenance workers. ഓക്കെ, നമുക്ക് ഒരുപാട് തലവേദന ഒഴിവാക്കാൻ പറ്റുന്ന പറയുന്നത് എങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഒരുപാട് തലവേദന ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവരെ നന്നായിട്ട് പരിഹരിക്കും. അത് മാത്രമല്ല അല്ലെ, ട്രെയിനിങ് ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും ബാധ്യതകൾ അല്ലെ ഇൻ കേസ് ഈ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. മാത്രമല്ല നമുക്കറിയാം കൃത്യമായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നടപ്പാക്കിയില്ല എങ്കിൽ പറഞ്ഞ മാതിരി നമ്മൾ ടെക്നീഷ്യന്മാരുടെയൊക്കെ ഹോസ്പിറ്റലുകാരെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് റൂട്ടീൻ ആയിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അവരെ നന്നായിട്ട് റൂട്ടീനായിട്ട് ഇവാലുവേറ്റ് ഒന്നും ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻസ്പെക്ഷൻകാർ വരുമ്പോൾ അവര് കുറെ ലീഗലായിട്ട് അല്ലെ അവരുടെ നിയമപരമായിട്ട് കുറെ ഫൈനൊക്കെ അവിടെ ഈടാക്കണമെന്ന് ഹോസ്പിറ്റലുകാരോട് ആവശ്യപ്പെടും. അപ്പൊ ടെക്നീഷ്യനെ നിർത്തി റുട്ടീനായിട്ട് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ, നല്ല ടെക്നീഷ്യൻ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഇവാലുവേഷൻ നടപ്പാക്കാൻ സാധിക്കൂ. ശരിയല്ലേ? ശരിയാണോ? അല്ലേ? അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വരുമ്പോൾ അവര് തെറ്റുകൾ കണ്ടുപിടിക്കില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാം, ഇവാലുവേഷന് വരുമ്പോൾ തെറ്റുകളൊന്നും കണ്ടുപിടിക്കാൻ പാടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു ടെക്നീഷ്യൻ നല്ല അപ്ഡേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേഷൻ ഒക്കെ നിർവഹിച്ചു പോകും. സോ അവിടെ പറയാണ് വലിയൊരു തലവേദന അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് പ്രോബ്ലംസിന് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഫൈനുകളൊക്കെ നമ്മൾ അതിലേതേപരമായിട്ട് നേരിടേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നല്ല ടെക്നീഷ്യന്മാരെ അവിടെ ഉണ്ടായിരിക്കണം. സോ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിൽ കോമിക് ആയിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക, അവിടെ കോമ്പിറ്റന്റ് മെയിൻ്റനൻസ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മത്സരാധിഷ്ഠിതമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മെയിൻ്റനൻസ് ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയറാണോ? For more information, read our guide on how to establish it. For more information, read our guide on how to establish an effective and maintenance training program. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണ് ഫലപ്രദമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് അത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചെടുക്കാനായിട്ട് പറ്റുക. It is geared towards manufacturers, but most of the advice can be applied in any industry. അതായത് ഇതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം നിർമ്മാതാക്കൾ എന്താണോ അഡ്വൈസ് ചെയ്യുന്നത് ആ അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് ടീമാണ് ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ടീം എന്ന് പറയും. അതായത് നിർമ്മാതാക്കൾ പറയും ഇന്ന രീതിയിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ, ഇന്ന കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം മാനുഫാക്ചേഴ്സ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഗൈഡൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ അവർ പറയുന്ന അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് ടീമാണെങ്കിൽ എഫക്റ്റീവായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാൻ സാധിക്കും.
ഓക്കെ, അപ്പൊ റിക്രൂട്ട് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റെനൻസ് ടീം എന്ന് പറയുമ്പോൾ മറ്റ് വെക്കുക, മെയിൻ്റെനൻസ് ടീം ഉണ്ടായത് കൊണ്ട് മാത്രം പോരാ, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസും നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയീസ് ഒക്കെ ആണ് എങ്കിലാണ് തീർച്ചയായിട്ടും അവിടെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് താല്പര്യങ്ങൾ എടുക്കുമ്പോൾ തുടങ്ങി ശ്രദ്ധിക്കണം. നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമാണ് റിക്രൂട്ട് ഒക്കെ ചെയ്ത് സെലക്ഷൻ ഒക്കെ നിർവഹിച്ച് എടുക്കുവാനൊക്കെ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വീണ്ടും നമുക്ക് എന്താണ് 6 ബെസ്റ്റ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ്. ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു 6 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിൽഡിംഗുമായിട്ട് ഒരു സെപ്പറേറ്റ് ആ ഒരു വലിയ ഹോസ്പിറ്റൽ എന്ന ബിൽഡിംഗ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ബിൽഡിംഗ് എവിടെയെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തട്ടം മുട്ടും അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും, അപ്പൊ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം കാണുന്നില്ല. പക്ഷെ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ചിലപ്പോൾ ആണെങ്കിൽ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഫ്രോ ആയിരിക്കും, കാർഡിയോളജി വിഭാഗത്തിന്റെ ആയിരിക്കും, ഏതെങ്കിലും വിഭാഗത്തിന്റെ ഏതെങ്കിലും ബിൽഡിംഗ് ഇങ്ങനെ അല്ലെ വെട്ടിക്കുളിക്കുക അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു 6 ബെസ്റ്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. Often hospital maintenance teams struggle to achieve complete transparency regarding their assets, location and histories. Okay, നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ നമുക്ക് തന്നെയാണെങ്കിലും അതെ അല്ലെ, നമ്മൾ പേഷ്യൻസ് ആയിട്ട് ചെല്ലുമ്പോൾ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എവിടേക്ക് പോയി എവിടേക്ക് തിരിച്ചുള്ള ഏതിൽ കൂടെ പോയി അല്ലെ, ഏതാണ് ആ വിഭാഗം ഈ വിഭാഗം ഏതാണ് എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇവിടെയും അത് തന്നെ പറയുന്നത്, ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടീംസ് സ്ട്രഗിൾ ടു അച്ചീവ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി റിഗാർഡിംഗ് ദെയർ അസറ്റ്, ലൊക്കേഷൻ ആൻഡ് ഹിസ്റ്ററീസ്. ഓരോ അസറ്റിന്റെയും ചരിത്രം അല്ലെങ്കിൽ ലൊക്കേഷൻ എന്താണ് അതൊക്കെ തുറന്ന കാണിക്കുന്ന ഒരു അല്ലെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തുറന്ന കാര്യങ്ങൾ. അതായത് അതിന്റെ ആ ബിൽഡിംഗ് എപ്പോൾ സ്ഥാപിച്ചു, അതിന്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ടോ. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് അറിയേണ്ടതുണ്ട് അല്ലെ. ഒരു ബിൽഡിങ് ഒന്നും കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അത് അല്ലെ മാറ്റി വേറൊന്ന് സ്ഥാപിക്കേണ്ടതൊക്കെ ആയിട്ട് വരുമ്പോഴും തീർച്ചയായിട്ടും അതിന്റെ ഹിസ്റ്ററി അല്ലെ, അതിന്റെ ചരിത്രം കൃത്യമായിട്ട്, അതിന്റെ ലൊക്കേഷൻ അല്ലെ, ഓരോന്നിന്റെയും ആ സ്ഥാനം ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് അവർക്ക് സുഗമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഒരു ട്രാൻസ്പെറൻസി അവിടെ ഉണ്ടാവണം അല്ലെ, ഒരു വെളിപ്പെടുത്തൽ, തുറന്ന ഒരു വെളിപ്പെടുത്തൽ അവിടെ മതിയായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ പൊതുവെ അത് ഒരു സ്ട്രഗിൾ പിടിച്ച കാര്യമാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. Acute asset inventory and digital floor plans, maintenance programs are more challenging to implement and less effective. ഓക്കെ, നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ഡിജിറ്റൽ അല്ലെ, ഒരു ഡിജിറ്റലൈസ് ഫ്ലോർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാം. അതായത് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ടെക്നോളജി നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നെങ്കിൽ നമുക്ക് അല്ലെ കമ്പ്യൂട്ടറൊക്കെ സിസ്റ്റം ഒക്കെ ഓണാക്കി ഒരു മനസ്സിലാക്കി എടുത്താൽ ഓക്കെ അതിന്റെ ക്ലിയർ ഫീച്ചറൊക്കെ അവിടെ കൃത്യമായിട്ട് അവൈലബിൾ ആവും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കും. അതിന്റെ ലൊക്കേഷൻ എന്താണ്, എന്തിട്ടാണ് അത് പണിതിരിക്കുന്നത്, ഏത് ടൈപ്പിലാണ് ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, മെയിൻ്റെനൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് തന്നെ അതുമായ ഡീറ്റെയിൽസ് ഒക്കെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. Due to this, an essential part of the planning and the implementation of your hospital maintenance program is a data reliability. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ, വിശ്വസനീയമായ ഡാറ്റാസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഭാവി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വിശ്വസനീയമായ ഡാറ്റ എന്ന് പറയുന്നത് സ്ട്രഗിൾ പിടിച്ച കാര്യമാണ്. അതായത് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിച്ചാൽ മാത്രമാണ് പ്രത്യേകിച്ച് ബിൽഡിംഗ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക. ഓക്കെ, ബിൽഡിംഗ് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അറ്റകുറ്റപ്പണികളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മുടെ ബിൽഡിങ്ങിനെ അല്ലെ ആ ഒരു വസ്തുവിനെ തീർച്ചയായിട്ടും അതിന്റെ റൂമുകളോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും.
Okay, then regardless of your maintenance strategy, consider how your hospital system's maintenance strategy aligns with the following best practices and where you can improve. Okay, പ്രധാനമായിട്ട് പറയുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് നല്ല രീതിയിൽ ഈ ഒരു ബിൽഡിംഗ് മെയിൻ്റെനൻസ് കൈകാര്യം ചെയ്യുന്നതിന് ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താഴേക്ക് പറയുന്നത്. സോ ഇവിടെ ഇവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ഡാറ്റ റിലയബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് യുവർ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് പ്രോഗ്രാം ഈസ് ഡാറ്റ റിലയബിലിറ്റി. തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലാനിങ്ങിനും കാര്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ ഡാറ്റയുടെ വിശ്വസനീയാവസ്ഥ. അതായത് ആ ബിൽഡിങ്ങിന്റെ ഒരു ലൊക്കേഷൻ കാര്യങ്ങളും അല്ലെ, നമ്മളിപ്പോ പ്രത്യേകിച്ച് പ്ലംബിങ്ങും വയറിങ്ങൊക്കെ കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു എന്തായെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിക്കുറിച്ച് ചിലപ്പോൾ ഭയങ്കര ലീക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെ പ്രശ്നമല്ലേ. ബിൽഡിംഗ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ലൊക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം വേണ്ടതല്ലേ. ഓക്കെ, റിലയബിൾ ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കണം നമുക്ക് ലഭ്യമാക്കേണ്ടത്. ശരിയല്ലേ, പ്രാധാന്യമില്ലേ? ഓക്കെ, അപ്പൊ ആ ഡാറ്റ റിലയബിലിറ്റിക്ക് പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ആ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ്. ആ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാറ്റ റിലയബിലിറ്റി. ഡാറ്റകളൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം വിശ്വസനീയമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 6 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പോകാം. ബിൽഡിംഗ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വൺ പറയുന്നത് ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അതായത് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യാം, അതായത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുക അല്ലെ, എല്ലാത്തിന്റെ ഇൻഫോർമേഷൻസ് ഡിജിറ്റലൈസ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ഫോർ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റംസ് you need a single truth for all healthcare maintenance operations. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കറിയാം മതിയായ ഒരു സത്യം എന്ന് പറയുന്നത് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടി വരുന്നത് മതിയായ ഒരു കാര്യം തന്നെയാണ്. Whether you have a CMMS integrated with a machine learning artificial intelligence software or you are collecting everything into maintenance program must be informed by your environment historical data. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും പറയാണ് അവിടെ മെയിൻ്റെനൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ CMMS വഴിയായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി മുഴുവനും അന്നത്തെ മെയിൻ്റെനൻസ് കാര്യങ്ങളിലേക്കൊക്കെ ഉൾപ്പെടുത്തിക്കോണം. തീർച്ചയായിട്ടും നമുക്കറിയാം സോഫ്റ്റ്വെയറിൽ അല്ലെ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചലഞ്ചിനെ നമുക്ക് എളുപ്പത്തിൽ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. In the absence of accurate data, you may face the risk. അപ്പൊ accuracy of data അല്ലെ, നമ്മുടെ കൃത്യതയോടുകൂടിയുള്ള ഡാറ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ബിൽഡിംഗ് മെയിൻ്റെനൻസ്. ഓക്കെ, ബിൽഡിംഗ് മെയിൻ്റെനൻസിന് ഈ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയ്ക്ക് പ്രാധാന്യം അർഹിക്കാന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ വെട്ടിക്കുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, ചിലപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെതായിട്ടുള്ള പമ്പിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ഒരു അറേഞ്ച്മെന്റ്, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു രേഖ അല്ലെ, ഒരു ഡിജിറ്റലൈസേഷൻ ആയിട്ടുള്ള ഒരു രേഖ ഉണ്ടായിട്ട് അക്യുറസിയോട് കൂടിയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് absence of accurate data ആണെങ്കിൽ എന്തൊക്കെ ഫേസുകൾ നമ്മൾ റിസ്കുകളെ ഫേസ് ചെയ്യുന്നതായിട്ട് ഒരു പറയുന്നത് ഫെയിലിംഗ് കംപ്ലയൻസ് ഇൻസ്പെക്ഷൻസ് that incur fines and risk your hospital affiliations. ഓക്കെ, അക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അംഗീകാരങ്ങളൊന്നും കിട്ടില്ല അല്ലെ, ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കറിയാം കൃത്യമായിട്ട് ഇത്രയും ഡിസ്റ്റൻസിലൂടെയാണ് ഇന്ന കാര്യങ്ങൾക്കൊക്കെ പ്രൊഫഷണൽ ഇടാൻ പാടുള്ളൂ. ഓക്കെ, ഇത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്രയും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇത്ര സൗകര്യങ്ങൾ വേണം, അങ്ങനെയൊക്കെയുള്ള കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സുകൾ. സോ അതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫൈൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് അല്ലെ, നമ്മുടെ അനുസരിച്ചിട്ട് തന്നെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഫസ്റ്റ് എന്ന് പറയുന്നത് ഫെയിലിംഗ് കംപ്ലൈൻസ് ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമ്മൾ ഫെയിലായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഫൈനും അല്ലെങ്കിൽ അവർ പറയുന്ന റിസ്കുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. Second one, forgetting to implement personal management information or maintenance on assessed that later fail and cause critical business restriction. Okay, so second point in the preventive maintenance information. Preventive maintenance inspection case PMI എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് അവിടെ മെയിൻ്റെനൻസ് കാര്യങ്ങളായിട്ട് മുൻകരുതലുകൾ എടുക്കണം അല്ലെ. ഇൻ കേസ് അങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മാത്രമേ ഇൻസ്പെക്ഷന് വരുന്നവർ സാങ്ഷൻസ് ഒക്കെ തരുള്ളൂ, അക്രഡേഷൻ കാര്യങ്ങളൊക്കെ തരുള്ളൂ. അപ്പൊ ഈ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഇൻസ്പെക്ഷൻ അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ ഫോർഗെറ്റിംഗ് ടു ഇംപ്ലിമെന്റ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഇൻസ്പെക്ഷൻ ഓർ മെയിൻ്റെനൻസ് ഓൺ അസറ്റ് ദാറ്റ് ലേറ്റർ ഫെയിൽ ആൻഡ് കോസ് ക്രിട്ടിക്കൽ ബിസിനസ് ഡിസ്ട്രപ്ഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എടുത്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മറന്നു പോയിട്ടല്ലേ, അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ലേറ്റർ ആവാണ്. അപ്പൊ ഇൻസ്പെക്ഷന് വരുമ്പോൾ അവര് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും നടപടികളൊന്നും എടുത്തിട്ടില്ല, അപ്പൊ നമുക്ക് കുറച്ച് മതിയായ പ്രതീക്ഷ കിട്ടുന്നില്ല. ഇന്ന കാര്യങ്ങൾക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ അപ്ലിക്കേഷൻസ് കിട്ടത്തക്ക വിധത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണം. ഓക്കെ, തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ഒക്കെ എടുക്കണം അല്ലെ. നമ്മൾ വലിയ വലിയ മെഷീനും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കമ്പ്യൂട്ടേരിയൊക്കെ കിട്ടണം, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് മാത്രമൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറെ പ്രിവെൻഷൻസ് ഒക്കെ ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് കാണിക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്പോഴും മതിയായ രീതിയിലുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഫെയിൽ ആവുകയാണ്. നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് നല്ല രീതിയിൽ സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഫെയിലായിട്ട് വരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഈ കീപ്പിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റുന്നത്. വീണ്ടും സ്പെൻഡിങ് അൺനെസസറി റിസോഴ്സസ് ഓൺ ഇൻവെന്ററി വെൻ യു ഹാഡ് വാട്ട് യു നീഡ് ഓൾ അറൗണ്ട്. ഓക്കെ, നമുക്കറിയാം ആവശ്യമുള്ള ഇപ്പോൾ ആവശ്യം അല്ലെ നമുക്ക് ഉപയോഗിക്കാം. ശരിക്കും ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കാം. ഈ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് റിസോഴ്സസിന്റെ ആവശ്യകതയും ഇല്ല. അതായത് മതിയായ രീതിയിൽ നമുക്ക് ഇന്ന ബിൽഡിങ് ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത്. അൺനെസസറി ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം നഷ്ടം തന്നെ വരുത്തി വെക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മതിയായ രീതിയിലുള്ള ബിൽഡിങ്, ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ബിൽഡിംഗ് ഒക്കെ പണിതിട്ടൊക്കെ കാര്യമില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ബിൽഡിംഗ് ഉണ്ടാക്കാൻ കാര്യമുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ അതനുസരിച്ചൊക്കെ മാത്രമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സ്പെൻഡിങ് അൺനെസസറി റിസോഴ്സസ് ഓൺ ഇൻവെന്ററി വെൻ യു ഹാഡ് വാട്ട് യു നീഡ് അറൗണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളെന്ന് നമുക്കറിയാൻ പറ്റാത്തൊരു അവസ്ഥ കിട്ടും. Then improper utilization of your interior and exterior space without accurate CAD drawings. Okay, തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അല്ല, ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ പ്രത്യേകത അവിടെ പേഷ്യൻസിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം കൊടുക്കണം. അതേമാതിരി തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ഏത് പ്ലേസും ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതായത് കുറെ റൂം സൗകര്യങ്ങൾ അല്ലെങ്കിൽ കുറെ അല്ലെ ഒരുപാട് പൈസകൾ അവരുടെ വേസ്റ്റ് ആയിട്ട് നിർമ്മിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ആക്യുറേറ്റ് CAD drawings. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഓരോരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവിടെ ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടും വരുന്നാലേ നമ്മുടെ ഹോസ്പിറ്റലുകളിലും പുറത്തുമുള്ള എല്ലാ സൗകര്യങ്ങളും എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലാരിറ്റി അത് കൃത്യമായിട്ട് ഒരു പിക്ചർ സഹിതമൊക്കെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടിയൊക്കെ അവൈലബിൾ എല്ലാ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ അല്ലേ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്തരത്തിലെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു രീതിയിലുള്ള പ്ലാനാണ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും നല്ല മാക്സിമം യൂട്ടിലൈസേഷനോട് കൂടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ആബ്സെൻസ് ഓഫ് ആക്യുറേറ്റ് ഡാറ്റാസ് കൃത്യതയല്ല എങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഡാറ്റാസ് കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തിന്റെയും എവിഡൻസുകളുണ്ട്. ഇൻസ്പെക്ഷന് വന്നാലും കൃത്യമായ കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും. പ്രിപ്പറേഷൻസ് മതിയായ രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. മാക്സിമം യൂട്ടിലൈസേഷൻ നടത്താനായിട്ട് സാധിക്കും. എല്ലാ റിസോഴ്സസും എല്ലാ വിഭവശേഷിയും അതേപോലെ തന്നെ എല്ലാ സ്പേസും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതൊന്നും ഇല്ല എങ്കിൽ അല്ലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കണ്ട, കാരണം ഓരോ പോയിന്റ്സിൽ എന്താണുള്ളത് ഇടയ്ക്ക് ഒന്ന്. ഓക്കെ, CAD സ്റ്റാൻഡ്സ് ഫോർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഡിസൈൻ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അക്യുറേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഡിസൈൻ അല്ല എങ്കിൽ വിത്തൗട്ട് അക്യുറേറ്റ് CAD ഡ്രോയിങ്സ് അല്ല എങ്കിൽ നമുക്ക് ഇന്റീരിയർ ആയിട്ടും അല്ലെ ഹോസ്പിറ്റലിനുള്ളിലുള്ളതും പുറത്തുള്ള സ്പേസുകളൊക്കെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ അല്ലെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കില്ല. സൂര്യൻ പറയാം ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് യുവർ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ആക്യുറേറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ, നമ്മുടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമല്ലോ, രൂപരേഖ തയ്യാറാക്കും. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന്റെ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, മാക്സിമം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. പക്ഷെ വിത്തൗട്ട് ആക്യുറേറ്റ് CAD ഡ്രോയിങ്സ് ആണെങ്കിൽ അത് എല്ലാതെയാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം ഇപ്പോ നവഡേസിലൊക്കെ എല്ലാം കമ്പ്യൂട്ടറൈസ് അല്ലെ ഡിജിറ്റലൈസേഷനോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ മാക്സിമം യൂട്ടിലൈസേഷനും ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും കൃത്യമായിട്ടുള്ള എവിഡൻസും കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അക്രഡിറ്റേഷൻ നമുക്ക് എല്ലാത്തിനും അംഗീകാരം കിട്ടാനായിട്ട് കൃത്യമായിട്ടുള്ള എവിഡൻസ് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എന്തെങ്കിലും അബ്രിവേഷൻ കിട്ടാത്തതുണ്ടോ? PMI പ്രിവെന്റീവ് മെയിന്റനൻസ് ഇൻസ്പെക്ഷൻ. പ്രിവെന്റീവ് മെയിന്റനൻസ് ഇൻസ്പെക്ഷൻ. Forwarding to implement a preventive maintenance inspection or maintenance on asset that later failed and cause critical business disruption. അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം ബിസിനസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടത്താനായിട്ട് സാധിക്കില്ല അല്ലെ. കോസ് ക്രിട്ടിക്കൽ ബിസിനസ് ഡിസ്ട്രപ്ഷൻ തടസ്സം നേരിടേണ്ടതായിട്ട് വരും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം CMMS എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോയതാണോ CMMS കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യും. അബ്രിവേഷൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നുകൂടിയും ഒക്കെ ഉറപ്പാക്കിയത് എല്ലാം കിട്ടിയോ? CAD യും PMI യും CMMS കേരളയും. നമുക്ക് താഴേക്ക് നോക്കാം. പെട്ടെന്ന് സമയം പോയാണ്. ഈ ഒരു ചെറിയ പാരഗ്രാഫ് പോയി നോക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. If you are building documentation, okay.
If your building documentation is out of date or missing, it's important to update existing drawings and create a missing or a non-existent drawings. Okay, നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊന്നും അല്ലെ നമ്മൾ എവിഡൻസ് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. എവിഡൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ നിയമ നടപടിയിലേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നിലവിലില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങളും, അതായത് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കുറവും ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനും കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. So the final drawings should represent your building in its actual asset state. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തിനും മതിയായ തരത്തിലുള്ള ഇപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ശബ്ദം കേന്ദ്രീകരിച്ചിട്ട് മാത്രമേ ഡിസൈൻ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമാണ് ഹോസ്പിറ്റലിലെ ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടുള്ള എല്ലാ പ്ലേസുകളും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ കണ്ടു. സോ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻസുകളാണ് നമ്മുടെ താഴേക്ക് പറയുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വാൾസ്, building features, plumbing features, then HVAC. Okay, okay, anyway, ഇവിടെ വരെ നമ്മൾ പഠിച്ചിട്ട് തന്നെ വരിക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം, താഴേക്ക് രൂപത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Okay, next class, continue. Thank you.